ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. പ്ലസ് ടു തുല്യതാ സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം എന്ന മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, വിവിധ സമ്പദ് വ്യവസ്ഥകൾ എങ്ങനെ പരിഹരിക്കുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇന്നത്തെ സെക്ഷനിൽ ഉൽപാദന സാധ്യതാ വക്രം എന്നാൽ എന്താണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ ഉൽപാദന സാധ്യതാ വക്രം എന്ന ആശയം സാമ്പത്തിക ശാസ്ത്രത്തിൽ കൊണ്ടുവന്നത് പ്രസിദ്ധനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പ്രൊഫസർ P.A. സാമുവൽസനാണ്. സാമുവൽസൻ എന്ന ആധുനിക ധനശാസ്ത്രജ്ഞനാണ് ഉൽപാദന സാധ്യതാ വക്രം എന്ന ആശയം കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഗ്രാഫ് മുഖേന അവതരിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സാമുവൽസൻ കൊണ്ടുവന്ന ഉൽപാദന സാധ്യതാ വക്രം എന്ന ആശയം. ഉൽപാദന സാധ്യതാ വക്രം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഇതിന് പറയും. ഈ ഉൽപാദന സാധ്യതാ വക്രം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ ഉൽപാദന സാധ്യതാ പട്ടിക നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ചിത്രത്തിൽ നിങ്ങൾക്ക് ഉൽപാദന സാധ്യതാ പട്ടിക കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഉൽപാദന സാധ്യതാ പട്ടികയിൽ കാണിക്കുന്നത് ഒരു സമ്പദ് വ്യവസ്ഥ തങ്ങളുടെ കൈവശമുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന രണ്ട് വസ്തുക്കളുടെ ഉൽപാദന സാധ്യതകളാണ് കാണിക്കുന്നത്. മനസ്സിലാക്കുക, ഒരു സമ്പദ് വ്യവസ്ഥ രണ്ട് വസ്തുക്കൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് നമ്മൾ എസ്യൂം ചെയ്യും, ഊഹിക്കും. നിങ്ങൾക്കറിയാം, സമ്പദ് വ്യവസ്ഥ ഒരുപാട് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ പഠനം ലളിതവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു സമ്പദ് വ്യവസ്ഥ രണ്ട് വസ്തുക്കൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഇവിടുത്തെ ഉദാഹരണത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് വസ്തുക്കൾ, സമ്പദ് വ്യവസ്ഥ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് വസ്തുക്കൾ ഏതെല്ലാമാണ്? ഒന്ന് ഗോതമ്പും മറ്റൊന്ന് വസ്ത്രവും. അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണവും വസ്ത്രവുമാണ് സമ്പദ്ഘടന ഉൽപ്പാദിപ്പിക്കുന്നത്. സമ്പദ്ഘടന ഈ രണ്ട് വസ്തുക്കൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. സമ്പദ്ഘടനയുടെ കൈവശമുള്ള മുഴുവൻ വിഭവങ്ങൾ പരിപൂർണമായി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സമ്പദ്ഘടനയുടെ മുന്നിലുള്ള സാധ്യതകളാണ്, ഉൽപാദന സാധ്യതകളാണ് ഉൽപാദന സാധ്യതാ പട്ടികയിൽ കാണിക്കുന്നത്. വിവിധ സാധ്യതകളുണ്ട് സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം. എ എന്ന സാധ്യത, ബി, സി, ഡി, ഇ, എഫ്. അപ്പോൾ സമ്പദ്ഘടന എ എന്ന സാധ്യതയാണ് ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം മാത്രമേ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് സമ്പദ്ഘടന കൈവശമുള്ള മുഴുവൻ വിഭവങ്ങളും പൂർണ്ണമായിട്ടും എന്തുൽപ്പാദിപ്പിക്കുവാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ? വസ്ത്രം ഉൽപ്പാദിപ്പിക്കുവാൻ മാത്രം. അതുകൊണ്ടാണ് സമ്പദ്ഘടനയ്ക്ക് 15 യൂണിറ്റ് വസ്ത്രം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഭക്ഷണമോ ഇവിടെ ഗോതമ്പോ സമ്പദ്ഘടന ഉൽപ്പാദിപ്പിക്കുന്നേയില്ല. കാരണം മുഴുവൻ വിഭവങ്ങളും എന്തുൽപ്പാദിപ്പിക്കാൻ വേണ്ടി? വസ്ത്രം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു. നിങ്ങൾക്കറിയാം, വിഭവങ്ങളുടെ ഒരു പ്രത്യേകത, ഒരു വസ്തു ഉപയോഗിക്കാൻ വേണ്ടി വിഭവങ്ങൾ മുഴുവൻ മാറ്റിവെച്ചാൽ മറ്റൊരു വസ്തു ഉൽപ്പാദിപ്പിക്കുവാൻ സമ്പദ്ഘടനയ്ക്ക് കഴിയുകയില്ല. കാരണം വിഭവങ്ങൾ വളരെ പരിമിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്.
അപ്പോൾ എ എന്ന ഉൽപാദന സാധ്യതയാണ് സമ്പദ്ഘടന തെരഞ്ഞെടുക്കുന്നതെങ്കിൽ സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം 15 യൂണിറ്റ് വസ്ത്രവും 0 യൂണിറ്റ് ഗോതമ്പുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാ ശ്രദ്ധിക്കൂ, സമ്പദ്ഘടന തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ വിഭവങ്ങളും ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ സമ്പദ്ഘടനയ്ക്ക് ഏത് ഉൽപാദന സാധ്യതയാണ് എത്തിച്ചേരാൻ കഴിയുക? എഫ് എന്ന ഉൽപാദന സാധ്യതയെ സംബന്ധിച്ചിടത്തോളം സമ്പദ്ഘടനയ്ക്ക് 5 യൂണിറ്റ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. 0 യൂണിറ്റ് വസ്ത്രമാണ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. ഇവിടെ സമ്പദ്ഘടന തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ വിഭവങ്ങളും ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നു, വസ്ത്രം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നീക്കിവെക്കുന്നേയില്ല. അപ്പോൾ 2 എക്സ്ട്രീമാണ്, ഒന്ന് എ മറ്റൊന്ന് എഫ്. അപ്പൊ എയോ എഫോ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വസ്തു മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഒരു വസ്തു മാത്രം ഉൽപ്പാദിപ്പിക്കുവാനല്ല സമ്പദ്ഘടന മുതിരുക. സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ 2 വസ്തുക്കളും സമ്പദ്ഘടന ഉൽപ്പാദിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ സമ്പദ്ഘടന തെരഞ്ഞെടുക്കുന്നത് ബി, സി, ഡി, ഇ ഇതിലേതെങ്കിലും ഒരു ഉൽപാദന സാധ്യതയായിരിക്കും. ഇവിടെ ബി എന്ന ഉൽപാദന സാധ്യതയാണ് സമ്പദ്ഘടന തെരഞ്ഞെടുക്കുന്നതെങ്കിൽ 1 യൂണിറ്റ് ഗോതമ്പും 14 യൂണിറ്റ് വസ്ത്രവും സമ്പദ്ഘടനയ്ക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. സി എന്ന ഉൽപാദന സാധ്യതയാണ് സമ്പദ്ഘടന തെരഞ്ഞെടുക്കുന്നതെങ്കിൽ 2 യൂണിറ്റ് ഗോതമ്പും 12 യൂണിറ്റ് വസ്ത്രവും സമ്പദ്ഘടനയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഡിയും ഇയും നമ്മൾ കണ്ടു, 3 യൂണിറ്റ് ഗോതമ്പ് 9 യൂണിറ്റ് വസ്ത്രം. ഈ ആണെങ്കിൽ 4 യൂണിറ്റ് ഗോതമ്പ് 5 യൂണിറ്റ് വസ്ത്രം. അപ്പോൾ സമ്പദ്ഘടന തങ്ങളുടെ കൈവശമുള്ള വിഭവങ്ങൾ പൂർണ്ണമായും കാര്യക്ഷമമായും ഉപയോഗിക്കുമ്പോൾ സമ്പദ്ഘടനയ്ക്ക് 2 വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന ചില ഉൽപാദന സാധ്യതകളാണ് ഉൽപാദന സാധ്യത പട്ടികയിൽ കാണുന്നത്. ഓക്കെ, ഈ ഒരു ഉൽപാദന സാധ്യത പട്ടിക സംബന്ധമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഉൽപാദന സാധ്യത പട്ടിക നമ്മൾ ഗ്രാഫ് മുഖേന ചിത്രീകരിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടുന്നു? ഉൽപാദന സാധ്യത വക്രം നമുക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് ഉൽപാദന സാധ്യത വക്രം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് പരിശോധിക്കാം. അപ്പം 2 ആക്സിസ് ആണ് ഇവിടെ, എക്സ് ആക്സിസും വൈ ആക്സിസും. ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ ഗോതമ്പിന്റെ ഉൽപാദനമാണ് കാണിക്കുന്നത്. ഗോതമ്പിന്റെ ഉൽപാദനം എക്സ് അക്ഷത്തിലും വസ്ത്രത്തിന്റെ ഉൽപാദനമാണ് നമ്മൾ വൈ അക്ഷത്തിലും അഥവാ വൈ ആക്സിസിലും കാണിക്കുന്നത്. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ പോയിന്റുകൾ പ്ലോട്ട് ചെയ്യാണ്. 0, 1, 2, 3, 4 and 5. Then വസ്ത്രം പ്ലോട്ട് ചെയ്യുന്നു. 2, 4, 6, 8, 10, 12, 14, 16. ശ്രദ്ധിക്കാൻ, ഞാനിവിടെ റഫ് ഫിഗർ മാത്രമാണ് ഉൽപാദന സാധ്യതാ വക്രത്തിന് വരയ്ക്കുന്നത്. നിങ്ങൾ ഈ പട്ടികയും ഉപയോഗിച്ച് വളരെ കൃത്യമായി മെഷർമെന്റ് എടുത്ത് ഉൽപാദന സാധ്യതാ വക്രം നോട്ട് ബുക്കിൽ വരയ്ക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉൽപാദന സാധ്യതാ വക്രം ലഭിക്കുന്നത് എന്ന് പരിശോധിക്കാം ഉൽപാദന സാധ്യതാ പട്ടികയിൽ നിന്ന്. ആദ്യം എ എന്ന ഉൽപാദന സാധ്യത കാണിക്കുന്നത് 0 യൂണിറ്റ് ഓഫ് ഗോതമ്പ് 0 യൂണിറ്റും 15 യൂണിറ്റ് വസ്ത്രവും. അപ്പോൾ എവിടെയാണ് വരിക? 0 ഗോതമ്പ് 15 യൂണിറ്റ് വസ്ത്രം. ഇവിടെയാണ് 14ന്റെ 16ന്റെ ഇടയിലാണ് 15 വരിക. അപ്പം ഇതാണ് എ എന്ന പോയിന്റ്. എ എന്ന ഉൽപാദന സാധ്യത കാണിക്കുന്നത് 0 യൂണിറ്റ് ഗോതമ്പും 15 യൂണിറ്റ് വസ്ത്രവും. ബി കാണിക്കുന്നത് 1 യൂണിറ്റ് ഗോതമ്പ് 14 യൂണിറ്റ് വസ്ത്രം. ഇതാണ് ബി എന്ന പോയിന്റ്. സി 2, 12 2 ഗോതമ്പും 12 യൂണിറ്റ്
വസ്ത്രവും. ദെൻ 3, 9, 3 and 9. റഫ് ഫിഗർ ആണ്, അതുകൊണ്ടാണ് മെഷർമെന്റ് ഇവിടെ കൃത്യമാവില്ല, ശ്രദ്ധിക്കുക. ദെൻ D4, 5, 4 and 5. ഓക്കെ. ദെൻ F50, 5 യൂണിറ്റ് ഗോതമ്പവും 0 യൂണിറ്റ് വസ്ത്രവും. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മള് ഓരോ പോയിന്റുകൾ ശ്രദ്ധിക്കുക. ദിസ് ഈസ് B, ദിസ് ഈസ് D, D, E and F. ഈ ഓരോ ബിന്ദുവും നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് ഒരു വക്രം ലഭിക്കും. AF എന്ന് പറയുന്ന വക്രം. AF. ഈ AF എന്ന വക്രത്തെയാണ് നമ്മൾ ഉൽപാദന സാധ്യതാ വക്രം എന്ന് വിളിക്കുന്നത്. അപ്പോൾ AF എന്ന് പറയുന്ന വക്രം ഉൽപാദന സാധ്യതാ വക്രം ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പോൾ ഉൽപാദന സാധ്യതാ വക്രം ഒന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം, നിർവചിക്കാം. എന്താണ് ഉൽപാദന സാധ്യതാ വക്രം കാണിക്കുന്നത്? ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്ന രണ്ട് വസ്തുക്കളുടെ വ്യത്യസ്ത അളവുകളുടെ സംയോഗത്തെ യോജിപ്പിച്ചാൽ ലഭിക്കുന്ന രേഖയാണ് നമ്മൾ ഉൽപാദന സാധ്യതാ വക്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉൽപാദന സാധ്യതാ വക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ അതിൻ്റെ കൈവശമുള്ള മുഴുവൻ വിഭവങ്ങളും പരിപൂർണമായും കാര്യക്ഷമമായും ഉപയോഗിക്കുന്നു. ഈ ABCDEF എന്ന ഓരോ ബിന്ദുവിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ മുകളിലുള്ള ഓരോ ബിന്ദുവുമാണ്. ഈ ബിന്ദുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതൊരു ബിന്ദുവിലും സമ്പദ് വ്യവസ്ഥ വിഭവങ്ങളെ പൂർണ്ണമായും കാര്യക്ഷമമായും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന രണ്ട് വസ്തുക്കളുടെ വ്യത്യസ്ത അളവുകളുടെ വിവിധ സംയോഗങ്ങൾ യോജിപ്പിച്ചാൽ ലഭിക്കുന്ന രേഖയാണ് അഥവാ വക്രമാണ് ഉൽപാദന സാധ്യതാ വക്രം. ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ പ്രത്യേകത, ആ ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ മുകളിലുള്ള ഓരോ ബിന്ദുവും കാണിക്കുന്നത് സമ്പദ്ഘടന തന്റെ കൈവശമുള്ള സമ്പദ്ഘടനയുടെ കൈവശമുള്ള മുഴുവൻ വിഭവങ്ങളും പരിപൂർണമായും കാര്യക്ഷമമായും ഉപയോഗിക്കുന്നു. ഒരു തരത്തിലുള്ള വേസ്റ്റേജും വിഭവങ്ങളിൽ ഇല്ല. വിഭവങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കുന്നു. ഓക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ഓരോ സമ്പദ് വ്യവസ്ഥയും തങ്ങളുടെ കൈവശമുള്ള വിഭവങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കുന്നുണ്ടോ? നമുക്കറിയാം, എത്രയോ സമ്പദ് വ്യവസ്ഥകളിൽ രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഭൂമിയെല്ലാം ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട്, ആളുകൾക്ക് തൊഴിലില്ലാതെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം വിഭവങ്ങളാണല്ലോ. ഭൂമി, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ്. അപ്പോൾ തൊഴിലില്ലാത്ത ആളുകൾ എത്രയോ നമ്മുടെ സമൂഹത്തിൽ സമ്പദ് വ്യവസ്ഥയിൽ കാണുന്നുണ്ട്. നമ്മൾ മുഴുവൻ ഭൂമിയും ഉപയോഗശൂന്യമായി പല സ്ഥലത്തും കിടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഒരിക്കലും സമ്പദ്ഘടന തന്റെ വിഭവങ്ങളെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ സമ്പദ്ഘടന പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. അപ്പം ഒരു സമ്പദ്ഘടനയുടെ ഉൽപാദനം നടക്കുന്നത് യഥാർത്ഥത്തിൽ ഉൽപാദന സാധ്യത വക്രത്തിന്റെ മുകളിലായിരിക്കുമോ? ഒരിക്കലുമല്ല. എപ്പോഴും ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ താഴെയായിരിക്കും. ചിലപ്പോൾ ഈ ഒരു പോയിന്റ് ആയിരിക്കും,
ജി എന്ന പോയിന്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ. ജി എന്ന പോയിന്റ് പ്രത്യേകത എന്താണ്? നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സമ്പദ് വ്യവസ്ഥ തങ്ങളുടെ കൈവശമുള്ള വിഭവങ്ങളെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ജി എന്ന ബിന്ദു കാണിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം സമ്പദ് വ്യവസ്ഥ ഇനിയും കൂടുതൽ മുന്നേറാനുണ്ട്, വിഭവങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനുണ്ട്. വിഭവങ്ങൾ ഇവിടെ വേസ്റ്റേജ് ആണ്, ഒരുപാട് വിഭവങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്നു. ജി എന്ന ബിന്ദുവിന്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ജി എന്ന ബിന്ദുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമ്പദ് വ്യവസ്ഥ തങ്ങളുടെ കൈവശമുള്ള വിഭവങ്ങളെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ സമ്പദ് വ്യവസ്ഥക്ക് എല്ലാ സമ്പദ് വ്യവസ്ഥകളും പരിശ്രമിക്കുന്നത് ഉൽപാദന സാധ്യതാ വക്രത്തിലെ ബിന്ദുവിൽ എത്തുവാനാണ്. പക്ഷേ അത് സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധിക്കണമെന്നില്ല. മുഴുവൻ വിഭവങ്ങളും പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ ലോകത്തിലെ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്കും സാധിച്ചിട്ടില്ല. എല്ലാവർക്കും തൊഴിൽ, എല്ലാ ഭൂമിയും ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സമ്പദ് വ്യവസ്ഥ ഒരു ലോകത്തും ഒരു രാജ്യത്തും എത്തിയിട്ടില്ല. നമുക്കത് എത്താനുള്ള ശ്രമമാണ് രാജ്യങ്ങളെല്ലാം അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥകളെല്ലാം പരിശ്രമിക്കുന്നത്. ആ ശ്രമത്തിലാണ് എല്ലാ രാജ്യങ്ങളും, എല്ലാ സമ്പദ് വ്യവസ്ഥകളും. അപ്പോൾ സമ്പദ് വ്യവസ്ഥ എപ്പോഴും കൂടുതൽ ഉൽപാദന സാധ്യതാ വക്രത്തിലേക്ക് എത്തുവാനുള്ള ശ്രമം ആണ് നടക്കുന്നത്. ഓക്കെ, എന്നാൽ എച്ച് എന്ന ബിന്ദു കിടക്കുന്നത് എവിടെയാണ്? എച്ച് എന്ന ബിന്ദു കിടക്കുന്നത് ഉൽപാദന സാധ്യതാ വക്രത്തിന് മുകളിലാണ്. എന്താണ് ആ ബിന്ദുവിന്റെ പ്രത്യേകത? അവിടെ ആ എച്ച് എന്ന ബിന്ദുവിലേക്ക് ഒരിക്കൽ പോലും സമ്പദ് വ്യവസ്ഥയെ എത്താൻ സാധ്യമല്ല. കാരണം സമ്പദ് വ്യവസ്ഥയിൽ അതിനനുസൃതമായ വിഭവങ്ങൾ ലഭ്യമല്ല. സമ്പദ് വ്യവസ്ഥയ്ക്ക് വിഭവങ്ങൾ കൂടുതൽ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ എച്ച് എന്ന ബിന്ദുവിലേക്ക് സമ്പദ് വ്യവസ്ഥയ്ക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എച്ച് എന്ന ബിന്ദു കാണിക്കുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരിക്കലും എത്താൻ സാധിക്കാത്ത ഒരു ബിന്ദുവാണ്, ഒരു ഉൽപാദന സാധ്യതയാണ്. അവിടേക്ക് എത്തണമെങ്കിൽ സാങ്കേതികമായും വിഭവങ്ങളുടെ ലഭ്യതയിലും സമ്പദ് വ്യവസ്ഥ ഒരുപാട് ഉയരാനുണ്ട്. അപ്പോൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് എച്ച് എന്ന ബിന്ദുവിലേക്ക് എത്താൻ സാധ്യമല്ല. കാരണം അതിനുള്ള വിഭവങ്ങൾ ആ രാജ്യത്ത്, ആ സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലായി. എന്താണ് ഉൽപാദന സാധ്യതാ പട്ടിക, എന്താണ് ഉൽപാദന സാധ്യതാ വക്രം, എന്താണ് ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ താഴെയുള്ള ബിന്ദു കാണിക്കുന്നത്, എന്താണ് ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ മുകളിലുള്ള ബിന്ദു കാണിക്കുന്നത്. ഉൽപാദന സാധ്യതാ വക്രവുമായി ബന്ധപ്പെട്ട് ഒരാശയം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസരാത്മക ചെലവ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ് അവസരാത്മക ചെലവ് അഥവാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? നിങ്ങൾ പട്ടിക ഒന്ന് ശ്രദ്ധിക്കും. സോ ദിസ് ഈസ് എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ അഥവാ ഉൽപാദന സാധ്യത പട്ടികയാണ്. ഈ ഉൽപാദന സാധ്യത പട്ടികയിൽ നമുക്ക് ഉൽപാദന സാധ്യതകൾ, വിവിധ ഉൽപാദന സാധ്യതകൾ നമ്മൾ കണ്ടു. ABCDEF. ശ്രദ്ധിച്ചു നോക്കൂ. ഏത് ഉൽപാദന സാധ്യതയാണ് സമ്പദ്ഘടന തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സമ്പദ്ഘടനയ്ക്ക് 0 യൂണിറ്റ് ഗോതമ്പും 15 യൂണിറ്റ് വസ്ത്രവുമാണ്. എന്നാൽ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ, സമ്പദ്ഘടന എ എന്ന ബിന്ദുവിൽ നിന്ന് ബി എന്ന ബിന്ദുവിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഗോതമ്പിന്റെ ഉൽപാദനം 1 യൂണിറ്റ് കൂടുന്നുണ്ട്, 0 നിന്ന് 1 കൂടി. എന്നാൽ വസ്ത്രത്തിന്റെ ഉൽപാദനം ഒന്ന് ശ്രദ്ധിക്കൂ. വസ്ത്രത്തിന്റെ ഉൽപാദനത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? 15 നിന്ന് അത് 14 കുറയുന്നുണ്ട്. നമുക്കറിയാം വിഭവങ്ങളുടെ ഒരു ലഭ്യതക്കുറവ് എല്ലാ സമ്പദ്ഘടനയും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സമ്പദ്ഘടനയ്ക്ക് ഒരുപോലെ 2 വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുവാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു വസ്തു കൂടുതലായി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മറ്റൊരു വസ്തുവിൻ്റെ അഥവാ ഇവിടെ തൊട്ടടുത്ത വസ്തുവിൻ്റെ ഉൽപ്പാദനത്തിൽ കുറവ് വരുത്തേണ്ടി വരും. വിഭവങ്ങളുടെ പരിമിതി ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ഉൽപ്പാദന കുറവ് സമ്പദ്ഘടനയ്ക്ക് വരുത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ടാവുന്നത്. ഇവിടെ വസ്ത്രത്തിന്റെ ഉൽപാദനത്തിന്റെ 1 യൂണിറ്റ് കുറച്ചാൽ മാത്രമേ ഗോതമ്പ് ഉൽപാദനം 1 യൂണിറ്റ് കൂട്ടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ
ഇവിടെ ഗോതമ്പ് ഉൽപാദനം 1 യൂണിറ്റ് കൂട്ടുക എന്ന് പറയുമ്പോൾ ആ കൂട്ടിയതിൻ്റെ അവസരാത്മക ചെലവ് എന്ന് പറയുന്നത് ഉപേക്ഷിക്കപ്പെട്ട വസ്തുവിൻ്റെ അളവാണ്. ഇവിടെ ഗോതമ്പ് 1 യൂണിറ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാൻ വരുന്ന അവസരാത്മക ചെലവ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് വസ്ത്രത്തിന്റെ ഉൽപാദനത്തിൽ കുറവ് വന്നതാണ്. അതായത് 1 ഇവിടുത്തെ അവസരാത്മക ചെലവ്. ഓക്കെ, ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ വീണ്ടും ഗോതമ്പ് 1 യൂണിറ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി സമ്പദ്ഘടന എന്ത് ചെയ്യുന്നു? 2 യൂണിറ്റ് വസ്ത്രത്തിന്റെ ഉൽപാദനത്തിൽ കുറവ് വരുത്തുന്നുണ്ട്. 14 നിന്ന് എന്തായി? 12. അപ്പോൾ അവസരാത്മക ചെലവ് അഥവാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 2 യൂണിറ്റ്. അതായത് 1 യൂണിറ്റ് ഗോതമ്പ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന അവസരാത്മക ചെലവ് എന്ന് പറയുന്നത് 2 യൂണിറ്റ് വസ്ത്രത്തിന്റെ ഉൽപാദന കുറവാണ്. അപ്പോൾ സിയിൽ നിന്ന് ഡിയിലേക്ക് പോകുമ്പോൾ 1 യൂണിറ്റ് ഗോതമ്പ് വീണ്ടും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപഭോക്താവ് എന്ത് ചെയ്യുന്നുണ്ട്? 3 യൂണിറ്റ് വസ്ത്രം ഉപേക്ഷിക്കുന്നു. അപ്പോൾ അവസരാത്മക ചെലവ് അഥവാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 3. ഡിയിൽ നിന്ന് ഇയിലേക്ക് പോകുമ്പോൾ വീണ്ടും 1 യൂണിറ്റ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപഭോക്താവ് 4 യൂണിറ്റ് വസ്ത്രം ഉപേക്ഷിക്കുന്നു. 4 യൂണിറ്റ് വസ്ത്രം എന്ന് പറയുമ്പോൾ 9 - 5 അതായത് 4. അപ്പം 4 യൂണിറ്റ് വസ്ത്രത്തിൻ്റെ അളവിൽ കുറവ് വരുത്തിയാൽ മാത്രമേ 1 യൂണിറ്റ് ഗോതമ്പ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അവസരാത്മക ചെലവ് എങ്ങനെ നമുക്ക് നിർവചിക്കാം? അവസരാത്മക ചെലവ് നമുക്ക് ഇങ്ങനെ നിർവചിക്കാം. ഒരു വസ്തു കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുവിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ 1 യൂണിറ്റ് ഗോതമ്പ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുവാൻ നമ്മൾ ഉപേക്ഷിക്കുന്ന വസ്ത്രത്തിൻ്റെ അളവാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതാ അവസരാത്മക ചെലവ്. ശ്രദ്ധിക്കൂ, ഈ അവസരാത്മക ചെലവ് ഓരോ ബിന്ദുവിൽ നിന്ന് നമ്മൾ സമ്പദ്ഘടന മുന്നോട്ട് പോകുന്തോറും അവസരാത്മക ചെലവ് വർദ്ധിക്കുകയാണ് ഉണ്ടാവുക. 1, 2, 3, 4 അങ്ങനെ വർദ്ധിക്കുന്നു. അവസരാത്മക ചെലവ് കൂടുന്നു. സോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മീൻസ് ദ കോസ്റ്റ് ഓഫ് ഫോർഗോൺ ആൾട്ടർനേറ്റീവ്. ഇപ്പോൾ വിഭവങ്ങളുടെ ലഭ്യതക്കുറവാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് സമ്പദ്ഘടനയെ എത്തിക്കുന്നത്. അപ്പോൾ ഒരിക്കലും സമ്പദ്ഘടനയ്ക്ക് എല്ലാ വസ്തുക്കളും ഒരേ അളവിൽ ഉൽപ്പാദിപ്പിക്കുവാൻ സാധ്യമല്ല. ഒരു വസ്തു കൂടുതലായി ഉൽപ്പാദിപ്പിക്കുവാൻ മറ്റൊരു വസ്തുവിൻ്റെ അളവിൽ കുറവ് വരുത്തുന്ന അഥവാ ആ ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുവിൻ്റെ അളവാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവിൻ്റെ അവസരാത്മക ചെലവ്. ഓക്കെ, സോ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചർച്ച ചെയ്യുന്നത്. സോ ടിൽ ദെൻ, ഗുഡ് ബൈ, താങ്ക് യു.